എവിടെ നിന്റെ പുന്നാര അച്ചുവേട്ടത്തി? രാവിലെ കണ്ടില്ല. മിന്നല് പോലെ അപ്രത്യക്ഷമായോ? അച്ചുവേട്ടത്തി അങ്ങനെ അപ്രത്യക്ഷമാവാറില്ല. ചിലപ്പോ മറ്റു ചിലരൊക്കെ ആവുമായിരിക്കും. ഞാൻ നിന്റെ ധിക്കാരം കേൾക്കാനല്ല ചോദിച്ചത്. അർച്ചനേട്ടത്തി എവിടെയാണെന്ന് ചോദിച്ചേ. അത് മര്യാദയ്ക്ക് ചോദിക്കണം. എടുത്ത് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഓ, നേരെ എത്രയായിട്ട് ഒരു ചായ പോലും കിട്ടിയിട്ടില്ല. അത് നിനക്കുണ്ടാക്കാലോ. എത്ര നാളെ ഞാൻ പറയുന്നു. ഞാൻ നിന്നോട് വഴക്കടിക്കാൻ വന്നതല്ല. പോയി അർച്ചനെ വിളിച്ചോണ്ട് വാ. നാട്ടിലെ പോലീസുകാരെ നമ്മള് നേരിൽ കാണുമ്പോ സാറേന്ന് വിളിക്കും. ഇല്ലാത്തപ്പോ പിന്നെ തോന്നുന്ന പോലെയാ അല്ലേ അനഘേ? കാണുമ്പോ ഒരു വിളി, ഇല്ലാത്തപ്പോ മറ്റൊരു വിളി. അത് ശീലിക്കരുത്. അതത്ര നല്ലതല്ല. അച്ചു ഇന്നിനി ചായ ഉണ്ടാക്കില്ല. ചായന്ന് മാത്രമല്ല, ഒരു ഭക്ഷണവും. അവളോടൊന്ന് പൂർണ്ണമായി റെസ്റ്റ് എടുക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നന്നായി സച്ചേട്ടാ. ഇല്ലെങ്കിൽ ഒരു സമയം റെസ്റ്റ് എടുക്കാതെ എല്ലാ പണിയും ഏട്ട തന്നെ എടുക്കണം. അപ്പൊ പിന്നെ ഈ ജോലി കാര്യം ചെയ്യും. നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. നല്ല ഒന്നാം തരം സെറ്റ് ചായ, കണക്കിനുള്ള കടുപ്പവും മധുരവും. നമ്മൾ ഉണ്ടാക്കുന്ന ചായയും കാപ്പിയും ഭക്ഷണങ്ങളും ഒക്കെ ചൂടോടിരുന്ന് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ്, അതൊരു ഫീലാണ് എനിക്ക്. അതല്ലാതെ ഇതിനൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അത്ര നല്ലതല്ല. ഇനി പറ, എന്റെ സൂപ്പർ ചായ വേണോ അതോ സ്വന്തം കൈകൊണ്ടുണ്ടാക്കുന്ന അപ്പന ചായ മതിയോ? വേണ്ട സച്ചേട്ടാ, ഞാൻ ഉണ്ടാക്കിക്കോളാം. ആ, അപ്പൊ അധികം സമയം കളയണ്ട. ചായ കുടിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുകയല്ലേ? അപ്പോ എനിക്കും കൂടെ ഒരു സൂപ്പർ ചായ ഉണ്ടാക്കോ? അത് നിന്റെ ദേ ആ പോയില്ലേ, നിന്റെ ചേട്ടനോട് പറഞ്ഞാ മതി. കഴുടി കഴുതേ. സ്വന്തം കമ്പനി ആയതുകൊണ്ട് നേരവും കാലവും ഒന്നുമില്ല. ചിലപ്പോ എടുത്താ തീരാത്ത പണിയാണ്. ഇല്ലെങ്കിൽ നോർമൽ. ആരെയും കണക്ക് ബോധിപ്പിക്കണ്ടല്ലോ. തോന്നുമ്പോ വരാം, തോന്നുമ്പോ പോവാം. പിന്നെ അങ്ങനെയൊന്നുമല്ല. എല്ലാരെയും പോലെ കൃത്യസമയത്ത് ഓഫീസിൽ എത്തണം. അതുപോലെ എല്ലാരും പോയതിനു ശേഷം ഇറങ്ങാനും പറ്റും. ഓ, അങ്ങനെയാണോ? ആ, ജോലി എന്താണെന്ന് ആൾക്കാർക്ക് കാണാനും മാത്രമൊന്നുമില്ല. പക്ഷെ 24 hours അലേർട്ടായിരിക്കണം. ചിലപ്പോ ഭയങ്കര മടുപ്പ. അപ്പൊ കളഞ്ഞിട്ട് പോവാനും തോന്നും. എന്ത് ജോലിയാണെങ്കിലും ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുന്നത് തന്നെ വലിയ കാര്യം. അപ്പോഴാണ് തന്നെ ഉള്ളത് കളയുന്നത്. ആ, നിങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ ജോലി ചെയ്യണ്ടല്ലോ. അല്ല, താനേത് കോഴ്സാ പഠിക്കുന്നത്? ഞാൻ BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നല്ല കോഴ്സാണ്. പഠിച്ചിറങ്ങിയാൽ ജോലി ഉറപ്പാ. നിങ്ങളുടെ കമ്പനിയില് എനിക്കൊരു ജോലി തരുമല്ലോ? നോ റെക്കമെൻഡേഷൻ. ഇന്റർവ്യൂ ജയിച്ചാൽ ജോലി കിട്ടും. ഓക്കെ? ഓ, അങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഇതിലും വലിയ കമ്പനികൾ വേറെ എത്രയോ ഉണ്ട്. എനിക്ക് അവിടെ പോയാ പോരെ? മോളെ, എന്തോ അത് റേഞ്ച് കട്ടായതാണെന്ന് തോന്നുന്നു. ഇവിടെ എപ്പോഴും അങ്ങനെയാ, റേഞ്ച് കിട്ടൂല. ഇതാര്? ഇതാരാ സംസാരിക്കുന്നത്? ഹലോ 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 ഹലോ. എന്നോട് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ.
ഇതാരായി കൊച്ച്? നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഞാനിപ്പോ നോക്കിയപ്പോഴേ ഒരു പൂവാലം വിളിക്കുന്നു. അപ്പൊ പിന്നെ ആ പൂവാലിനോട് ആന്റി ഇപ്പം വരുന്നു പറയാന്ന് കരുതിയത് അത്ര വലിയ തെറ്റായി പോയോ? അല്ല, ആരായി പൂവാല്? അതോ അത് എന്റെ ഒരു കൂട്ടുകാരിയാ മോളെ. അവളുടെ ഇരട്ട പേരാ അത്. കൂട്ടുകാരിയോ? എന്നോട് സംസാരിച്ചത് ഒരു ചെറുക്കനാണല്ലോ. ഇങ്ങനെ കള്ളം പറയല്ല ആന്റി. അതോ അത് അവളൊരു തമാശക്കാരിയാ. ചിലപ്പോ ആണുങ്ങളെ പോലെ സൗണ്ട് മാറ്റിയൊക്കെ സംസാരിക്കും. ഞാൻ പോലും ചിലപ്പോ ഞെട്ടിപ്പോവും. ആന്റി നെട്ടുമായിരിക്കും, പക്ഷെ ഞാൻ നെട്ടൂല. എനിക്കറിയാം അത് കറക്റ്റ് പൂവാലം തന്നെയാണെന്ന്. ഞാൻ ഇതെല്ലാവരോടും പറഞ്ഞു കൊടുക്കും. ആന്റി ഈയിടെയായി മുഴുവൻ സമയം ആ പൂവാലിനെ വിളിക്കുകയാണെന്ന്. എനിക്കൊന്ന് ഫോൺ കളിക്കാൻ പോലും തരുന്നില്ലല്ലോ. ചോദിച്ചാ പഠിക്കാനുണ്ടെന്ന് പറയും. ഇതാണ് പഠിപ്പല്ലേ? കാണിച്ചുതരാം. അയ്യോ മോളെ, മോക്കിപ്പോ ആന്റിയുടെ മൊബൈലിൽ കളിക്കണം, അത്രയല്ലേ ഉള്ളൂ. എപ്പോ വേണേലും കളിച്ചോ. പിന്നെ ആന്റി കോളേജിൽ നിന്ന് വരുമ്പോ മോക്ക് ഒത്തിരി ഐസ്ക്രീം കൊണ്ട് തരാലോ. പക്ഷെ ഞാൻ ഈ പൂവാലം വിളി ആരോടും പറയരുത്. അതിനുള്ള കൈക്കോലി അല്ലേ? സമ്മതിച്ചു, ഞാൻ ആരോടും പറയില്ല. പക്ഷെ വാക്ക് പറഞ്ഞ അത് പാലിച്ചിരിക്കണം. കേട്ടല്ലോ? പൂവാലൻ. ഏത് കാലക്കേടിനാണോ ഫോൺ ഓണാക്കി വെച്ചിട്ട് പോയത്? ഇനി ഈ കാര്യം ആവണി ആരോടെങ്കിലും പറയുവോ? അവൾ എന്തൊക്കെ സംസാരിച്ചു ആവോ? സന്ദീപിനെല്ലാം മനസ്സിലായി കാണുവോ? ആരെങ്കിലും കണ്ട ആർക്കു വേണ്ടിയാ ഭക്ഷണം കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. ആരും കാണാതിരുന്ന മതിയായിരുന്നു. ആ, ഇതെന്താ സച്ചിൻ, നീ കഴിച്ചില്ലായിരുന്നോ? കഴിച്ചു. ഇത് പിന്നെ ആർക്കു വേണ്ടി കൊണ്ടുവന്നേ? ഇത് അർച്ചനയ്ക്ക് വേണ്ടി എടുത്തതാ. അവക്കെന്താ താഴെ വന്ന് എടുക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ നിന്റെ കൂടെ ഇരുന്ന് കഴിക്കാലോ. പിന്നെന്തിനാ നീ പോയി എടുത്തത്? അവക്കെന്താ സുഖമില്ലേ നിന്നെ കൊണ്ടെടുപ്പിക്കാൻ? എടുത്തേ, അത് അവളുടെ ഉള്ളം കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. പിന്നെ നല്ല ക്ഷീണമുണ്ട്, അതാ ഞാൻ എടുത്തു കൊടുക്കാന്ന് വെച്ചത്. എങ്ങനെ കൈ പൊള്ളിയത്? എന്നിട്ട് അവളീ കാര്യം ആരോടും പറഞ്ഞില്ലല്ലോ. വലിയ പൊള്ളലൊന്നുമില്ല എടുത്തി. അടുക്കളയിൽ ചൂടുള്ള പാത്രം എടുത്തപ്പോഴോ മറ്റോ പറ്റിയതാ. ഉച്ചന്തല പൊള്ളിയാലും എന്തായാലും അവൾ ആരോടും പറയില്ലല്ലോ. അതാണ് അവളുടെ സ്വഭാവം. ചെല് കൊണ്ടു കൊടുക്ക് ഭാര്യയ്ക്ക്. ഇതൊന്നും അത്ര നല്ല ശീലങ്ങളല്ല. ഇവൻ ഇത്രയ്ക്ക് പെൺകോന്തനായി പോയല്ലോ. ഓഹ്, കഷ്ടം. ഭാര്യയെ മുറിയിലിരുത്തി അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്ത് മുറിയിൽ കൊണ്ടുപോയി അവളെ ഊട്ടിവിടുന്ന തരത്തിലേക്ക് സച്ചേട്ടനെ അവൾക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞുവെന്ന് പറഞ്ഞാല് ഇനി അവള് വരയ്ക്കും. ആ വരയ്ക്കപ്പുറം നെല്ലിശ്ശേരി തറവാടിലെ സച്ചിദാനന്ദന് ഇല്ല എന്നർത്ഥം. അതൊക്കെ നിന്റെ തോന്നല് മാത്രമല്ല എനക്ക. അവൾ എവിടെ നിൽക്കണം എന്നുള്ള വര ഞാൻ വരയ്ക്കും. പിന്നെ സച്ചി എത്രയോ വർഷങ്ങളായി ഞാൻ വരച്ച വൃത്തത്തിനകത്താ കഴിയുന്നേ. ചേച്ചി വരച്ച വൃത്തത്തിന്റെ അളവ് സച്ചേട്ടനും കൂടി കൂട്ടിക്കൊണ്ടുവരുന്നത് ചേച്ചി അറിയുന്നില്ലെന്ന് മാത്രം. ആ വൃത്തത്തിനകത്താ നമ്മളെന്ന് മറക്കണ്ട.
വേഗം ഭക്ഷണം കഴിച്ചേ. എനിക്ക് വേണ്ട സച്ചേട്ടാ, തീരെ വിശപ്പില്ല. ആ ഒന്നും പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചേ പറ്റൂ. ദാ കഴിക്കേ, ദാ കഴിക്കേ. ഹലോ, ആ സോറി, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. ബാങ്കിൽ നിന്ന് ലീഗലെടുക്കാൻ കൊടുത്തിരുന്നു, എനിക്കത് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. ടെൻഷൻ ആവണ്ട, മിക്കവാറും അത് മാനേജർ എടുത്തിട്ടുണ്ടാവും. ഏതായാലും നാളെ ഞാൻ കറക്റ്റ് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഫൈൻ. കഴിച്ചില്ല ഇതുവരെ? അയ്യോ സോറി, കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒരു മിനിറ്റേ. കയ്യൊന്ന് വാഷ് ചെയ്യാൻ പോയതാ, ഞാൻ വരുത്തരാം. ആ കുഴപ്പമില്ലല്ലോ സച്ചേട്ടൻ, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നുവെച്ചാ ഞാൻ വാരിത്തരുന്നത് ഇഷ്ടമല്ലെന്നാണോ? അയ്യോ അങ്ങനെയല്ല, വെറുതെ സച്ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. താൻ കഴിച്ചില്ലെങ്കിലാ എനിക്ക് ബുദ്ധിമുട്ടാവുന്നത്. കഴിച്ചേ. മൂന്ന് ചപ്പാത്തിയേ ഉള്ളൂ, ഇത് മുഴുവനും കഴിക്കണം. മുഴുവനോ? ആ പിന്നല്ലാതെ, ഞാൻ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് വന്നതാ, കഴിച്ചേ പറ്റൂ. കഴിക്കേ. സോറി, ഞാനിടയ്ക്ക് അമിതാധികാരം കാണിക്കുന്നുണ്ടല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഉള്ളിലുള്ള ദേഷ്യവും വെറുപ്പൊന്നും അത്ര പെട്ടെന്ന് പോകില്ലെന്ന് തിരിച്ചറിയാനുള്ള വിവേകം എനിക്കില്ലാതെ പോയി. തന്നിലുള്ള നന്മകളൊന്നും ഇത്രയും നാൾ കാണാതെ പോയതും അംഗീകരിക്കാതെ പോയതുമൊക്കെ എൻ്റെ വീഴ്ചകളാ. തന്നോട് സ്ഥായിയായ ഒരു സ്വഭാവം പോലും വെച്ചു പുലർത്താൻ കഴിയാത്ത ഞാൻ ഒരുപിടി ഭക്ഷണം വാരിത്തരുന്നതിൽ എന്ത് സ്നേഹം അല്ലേ? തൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു തരം ക്ലീശയായി തനിക്ക് തോന്നുന്നു. സോറി. കഴിഞ്ഞോ സച്ചേന്റെ ആവലാതികളും നിഗമനങ്ങളും ഒക്കെ? എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടുന്നേ? സങ്കടമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സച്ചേൻ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ പരിചരിക്കുമ്പോൾ ആ നിമിഷം വരെയുള്ള എൻ്റെ എല്ലാ സങ്കടങ്ങളും വേദനകളും അങ്ങ് ആവിയായിപ്പോവും. പകരം മഞ്ഞുതുള്ളികൾ പോലെ സന്തോഷം പെയ്തിറങ്ങും. അത് സച്ചേൻ അറിയില്ലല്ലോ. എൻ്റെ പിണക്കങ്ങൾക്ക് അത്രേ ആയുസേ ഉള്ളൂ. സച്ചേൻ്റെ സ്നേഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്ന് സച്ചേൻ എന്ന് മനസ്സിലാക്കുന്നു, അന്നേ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ സച്ചേന് കഴിയൂ. എനിക്ക് സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞ മതി സച്ചേട്ട, ആഹാരം കൊണ്ട് വയറ് നിറയുന്നതിനേക്കാൾ. ആഹാരം കൊണ്ട് വയറ് നിറഞ്ഞാലേ ആരോഗ്യം കാണും, ആരോഗ്യം ഉണ്ടെങ്കിലേ മനസ്സുണ്ടാവൂ. എല്ലാം ഒന്നിനോടൊന്ന് ഇണങ്ങിക്കിടക്കുകയല്ലേ. ആ ഏ ആ അത് സച്ചേട്ടാ, എൻ്റെ വയറിപ്പ പൊട്ടും. വയറ് നിറയണം, എന്നാലേ മനസ്സ് നിറയൂ. ഇപ്പൊ രണ്ടും നിറഞ്ഞു, നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. എനിക്ക് സച്ചയെ എന്തിഷ്ടമെന്നറിയോ? ഒത്തിരി ഇഷ്ടം. ആകാശത്തോളം കടലോളം കാറ്റോളം ഇഷ്ടം.
അധികകാലം എനിക്കിതൊന്നും മൂടി വയ്ക്കാൻ കഴിയില്ല. അതിന്റെ സൂചനകളാണെന്ന് തോന്നുന്നു ഇതൊക്കെ. എല്ലാവർക്കും എൻ്റെ മേലില് സംശയം തോന്നി തുടങ്ങിയ തീർന്നുമില്ല. കുറച്ചു കാലം കൂട്ടുകാരിയെന്നും പഠിക്കാൻ വേണ്ടിയുള്ള ഫോൺ കോൾ എന്നൊക്കെ പറയാം. അധികമായ അമൃതം വിഷമാവും. എനിക്കിതുവരെ ഉറങ്ങാറായില്ലേ? ഞാൻ എന്റെ പെൻസിൽ എടുക്കാൻ വന്നതാ. അതിന് ഇത്ര ചൂടാവണ്ട. അതൊക്കെ പൂവാലിനോട് മതി, കേട്ടല്ലോ. ആഹാ, അതിനിടയിൽ ചുന്ദരി പിണങ്ങിയോ? ചേച്ചി വെറുതെ ചൂടായിട്ട് ആക്ട് ചെയ്തതല്ലേ? തണുപ്പിക്കാനേ നാളെ ഐസ്ക്രീം കൊണ്ടുവരാൻ മറക്കണ്ട. ഇല്ലെങ്കിലേ എനിക്കാവും ചൂട്, മറക്കണ്ട. ഈ പൂവാലൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി മോളെ. എസ്സിലല്ലേ തുടങ്ങുന്നത്. അയ്യോ, ദൈവമേ, ഇവളെങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി? എന്നെ കൊല്ലാനുള്ള ബോംബ് കൊണ്ടാണല്ലോ ആ കുരിപ്പ് പോയത്. തനിക്കെന്താ അച്ചു ഞാൻ പറയുന്നത് മനസ്സിലാവാത്തെ? ഇതൊക്കെ തനിക്ക് വേണ്ടി ചെയ്തു തരാൻ ഇപ്പൊ ഞാനില്ലേ? കൈക്ക് സുഖമില്ലാത്ത താനെന്തിനാ ഈ സാഹസം കാണിക്കുന്നേ? അതോ തനിക്ക് ഞാൻ ചെയ്തു തരുന്നൊന്നും ഇഷ്ടമാവുന്നില്ലേ? ചിലരുണ്ട്, ആരൊക്കെ എന്തൊക്കെ എങ്ങനെ ചെയ്താലും തൃപ്തിയാവില്ല. അവരുടെ കൈ അതിൽ സ്പർശിച്ചാലേ അവർക്ക് മതിയാവൂ. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ തനിക്ക്? എനിക്കിപ്പോ അത്രയ്ക്കൊന്നും കുഴപ്പമില്ലല്ലോ സച്ചേട്ടാ. അതുകൊണ്ടല്ലേ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ എഴുതപ്പുറം വായിക്കുന്നേ? എനിക്കിത് ഇഷ്ടമല്ലാത്തോണ്ട്. ആണിനും പെണ്ണിനും ഇന്ന ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം. ഇവിടെ ഞാൻ മാത്രം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ താൻ സമ്മതിക്കും. ഒരു കുട്ടി ഉണ്ടാലേ നന്നാവൂ. എന്റെ അമ്മോ, ഇങ്ങനത്തെ തല്ലൊന്നും വേണ്ട. ഞാനല്ല തന്നെ നന്നായിക്കോളും. എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ സച്ചേട്ടൻ ചെയ്യുന്നുണ്ടല്ലോ, അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. നന്ദി ഞാനാ പറയേണ്ടത്. ഏതോ ഒരു നശിച്ച നേരത്താ ഒരു കത്തെഴുതി വെച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാന്ന് തോന്നിയത്. താനെന്നെ തേടി വന്നില്ലായിരുന്നെങ്കിൽ ഈ വീട് എനിക്ക് എന്നേക്കുമായി അന്യമാവുമായിരുന്നു. അച്ഛനും അവന്തികടത്തിയും സന്ദീപും സ്നേഹയും താനും ഒക്കെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോ അതെനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. ഞങ്ങളെയൊക്കെ വിട്ടു പോകായിരുന്നോ സത്യമായിട്ടും? ചിലപ്പോ അങ്ങനെ നടന്നേനെ. എന്റെ മനസ്സ് ശൂന്യമായിരുന്നു അച്ചു. എങ്ങോട്ടാണ് പോകുന്നതെന്നോ എവിടെ പോകണമെന്നോ ഒരു ധാരണയില്ലായിരുന്നു. മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു രക്ഷപ്പെടൽ. സച്ചേട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു.
ഇനി അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട. ഒരു ദുസ്വപ്നം പോലെ അതങ്ങ് മാഞ്ഞു പോട്ടെ. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ തുടങ്ങിയ ഓടാൻ മാത്രമേ സമയം കാണൂ. എതിരെ നിന്ന് പൊരുതുന്നതാ ജീവിതം.